സമയം രാത്രി ഒരു 9:30 9:45 കേട്ടോ. ഞാനിപ്പോൾ അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട് കൊണ്ടുപോയി കയറ്റി അവൻ നേരെ അടുക്കളയിലേക്കാണ് പോയത്. എന്നിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. എന്നെ ഒന്ന് നോക്കി ചോദിച്ചു, ഇച്ചിരി ചോട് തടുവോന്ന്. എന്നാന്നാ ചോദിച്ചേ? അമ്മമ്മ തരുവോന്നല്ലേ ചോദിച്ചേ? കൊച്ചിന് വേണോ ഇനി മമ്മം? ഒരു കുഞ്ഞു അമ്മമ്മ വിശക്കുന്നുണ്ടോ? മീമി കൂട്ടി മമ്മമ്മ വേണോ? ചിക്കനൊന്നും ഇല്ല, ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട്, അത് കൂട്ടി ചോറ് തരട്ടെ? ഒരു കുഞ്ഞുവാ, മീൻ കൂട്ടി ചോറ് തരട്ടെ? എന്നാ വാ അമ്മി ചോറ് തരാം. കണ്ടോ? അപ്പം അതിനാണ് ഇങ്ങനെ എൻ്റെ അടുത്ത് ഭിക്ഷ യാചിക്കുന്നതിലിരിക്കുന്നത്. എൻ്റെ ദൈവമേ, അന്ന് പിച്ച ഒന്നും വേണ്ടല്ലോ. മോനെ ഇച്ചിരി ചോറിന, ഒരു കുഞ്ഞുവാ തരട്ടെ? ഒരു ഉണ്ണിവാ, ഒരു ഉണ്ണിവാ. ഓ എൻ്റെ ടപ്പുടുവേ, ശരി കൊള്ളിപ്പെണ്ണോ. കണ്ടോ ഇവൻ്റെ എക്സ്പ്രഷൻ പോകുന്നുണ്ടോ? ഇത് അമ്മയുടെ പൊന്നാര മുത്ത. ഇവളെ തോണ്ടുമ്പോൾ ഒരു മൈൻഡും ഇല്ല കേട്ടോ. ഇതേ ഇവളാണ് സുന്ദരിമണി. ബാ പടാ, അമ്മ ചോറ് തരാം. ഒരു കുഞ്ഞു വാ വന്നേ, ഇച്ചിരി. അല്ല, ഞാൻ അടുക്കളയൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു. ഇനി അടയ്ക്കാം, തുറന്നേക്കാം. കണ്ട, അവരുടെ ചിക്കനൊന്നും ഇല്ല, ഇത്തിരി മീൻകറി ഇരിപ്പുണ്ടേ, അത് കൂട്ടി നമുക്കൊരു ചോറ് കൊടുക്കാം. ചോറിൻ്റെ അകത്താണ് വെള്ളം ഒഴിച്ചു വെച്ചു. ചോറിൻ്റെ അകത്താണ് വെള്ളം ഒഴിച്ചു വെച്ചു. അത് കൂട്ടി തരട്ടെ? എന്തായാലും മതിയെന്ന്. കൊടുക്കാൻ വിശക്കുന്നുണ്ടായിരിക്കും. നേരത്തെ കൊടുത്താണ് ചോറ്, അതായിരിക്കും. കളഞ്ഞേക്കാം, അവിടെ കിടക്കട്ടെ കേട്ടാ. മമ്മ എടുത്തോണ്ട് വരാവേ. ഇവിടെ വരണം. വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ചോറിൻ്റെ അകത്ത് കേട്ടോ. ഇവരുടെയൊക്കെ ചാപ്പാട് കഴിഞ്ഞതല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഒരു ഇത്തിരി മീൻ കറിയാണ്, സാരമില്ല. ഒരു കുഞ്ഞി കഷ്ണം ഞാനിത് കഴുകിയിട്ട് എടുക്കാം. ഞാനിതൊന്ന് കഴുകിയേ, അതല്ലേ നല്ല എരിവുള്ള മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പം അതിന് എരിവ് കൊടുക്കണ്ട. അപ്പം ഒത്തിരി അങ്ങ് എരി കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. വല്ല കിടക്കാനും പോവല്ലേ, വയറിരിഞ്ഞാലോ. ഒത്തിരി ചോറ് കൊടുത്തില്ല, ഇത്തിരി ചോറേ എടുത്തുള്ളൂ കേട്ടോ. ഒരാൾ ഒരു നേരം ഉണ്ണുന്ന ചോറേ എടുത്തിട്ടുള്ളൂ. വരൂ മമ്മൻ്റെടാ, വടൂ മമ്മൻ്റെടാ. കുഞ്ഞു പാത്രത്തിലെടുത്തേക്കുന്നേടാ, 2 പേരൂടെ കഴിച്ചോ. ഒരാൾക്ക് മുമ്പേ കൊടുത്ത ചോറ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിനി ഉണ്ണത്തില്ല, അതിൻ്റെ അകത്തിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ പാത്രത്തിൽ, ആ കുഞ്ഞി പാത്രത്തിൽ തന്നെ ഒരാൾക്ക് ഇട്ട് കൊടുത്തത്. ഇനിയും കിടക്കാറാവുമല്ലേ, ഒരു കുറച്ച് ചോറ് മതി. കണ്ട, കുറച്ച് ചോറ് കൊടുത്തപ്പോൾ 2 പേരും അത് കഴിക്കുന്നുണ്ട് കേട്ടോ, തീർത്ത്. കുഞ്ഞു പാത്രമായതുകൊണ്ട് 2 പേർക്ക് കൂടെ തലയിടാൻ പറ്റത്തില്ല. സാരമില്ല, ഇപ്പം ഇത്രയും കഴിച്ചാൽ മതി. വൈകിട്ട് വയറ് നിറച്ച് കഴിച്ചതാണ്. പോയി ഞാൻ കുരക്കൽ കഴിഞ്ഞ് വരുമ്പോഴേ കഴിക്കരുത്. മുഴുവൻ ചോറാക്കി ഇനി ഇത് അടിച്ച് കളയാം. ആ ചോറ് അവിടെ ഇട്ടേച്ച് 2 കൂടെ മണ്ടേ പോയി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. പോയി നോക്കാം കേട്ടോ. ആളും അനക്കോ ഒന്നുമില്ല. വാ വാ വാ, പോയി കിടന്നുറങ്ങാൻ വന്നേ. വാ
രാത്രിയാ വല്ല കൊക്കച്ചും വരും. വാ 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 ഇടാ. ഇതേ കൊച്ചിൻ്റെ അമ്മമ്മ എടുത്ത് വെച്ചേക്കുന്ന കഴിക്കുന്നില്ലേ? ഇടാ. ദേ പൂപ്പി എന്ത് ചെയ്യുന്നേക്ക്? ദേ പൂപ്പി. കണ്ടോ, അപ്പുറം ഞുണ്ടിയൊക്കെ നിന്നുണ്ട്, കുരയ്ക്കുന്നുണ്ട്. അതാണ് ഇവരിപ്പോൾ ഇതിലൂടെ കയറി വന്നത്. ഞാൻ ലൈറ്റ് ഓഫ് ആക്കാൻ പോവാ കേട്ടോ. പാവം വയ്ക്കാം. കണ്ടോ, ഒരു മനുഷ്യർ ഈ പരിസരത്തില്ല. കറിവേപ്പ് കരിഞ്ഞ്. ഇതിനാണ് വളം മേടിച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും കഴയും കഞ്ഞി വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അങ്ങേര് വിശക്കുന്നു എന്ന് തോന്നുമ്പം ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്ത് കൊടുക്കുകയുള്ളൂ. അത് കുടിച്ച് വളർന്നാൽ മതി എന്ന് ഞാൻ പറയും. എന്താ ഇനിയിപ്പം രണ്ടെണ്ണം ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് ഒരൊറ്റ മാർഗമുള്ളൂ. നമ്മുടെ ബിസ്ക്കറ്റ് തിന്നൊന്ന് കുലുക്കി കേൾപ്പിക്കുക. നോക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കുലുക്കി കേൾപ്പിക്കാം. വരട്ടെ. അല്ലെ പിന്നെ എനിക്ക് കതക് അടയ്ക്കാൻ പറ്റത്തില്ല. പാതിരാത്രി വരെ അങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. വരുന്നുണ്ട്. ഒരാളെന്തേ? അമ്മ എന്തേ? അമ്മ കുഞ്ഞെന്തേ? ചച്ചുകുട്ടി അമ്മന്നെ ദാ. അത് വായിലിട്ടോണ്ടാ കുരക്കണേ. മതി ഇനി പോണ്ട കേട്ടോ. ഇനി ഉറങ്ങാം. എൻ്റെ അമ്മേനെ വിളിച്ച്. ചേച്ചിക്കുട്ടി ഇവിടെ വന്നേ. വാ. പൊന്നടാവേ, എങ്ങനായാലും വെള്ളം വരുമല്ലേ വായില്. എൻ്റെ ചക്കര വാവേ, ഈ ചമ്പുട്ട് മുത്ത്. ഇനിയില്ല, രണ്ടെണ്ണം തിന്നു. ഇനി എങ്ങനെ തരുന്നേ? ഇത് വീണു. തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കൊടുത്തത് നഷ്ടമായില്ല. കണ്ടോ, തോമാസ്ലിയുടെ കൂട്ട എന്തിനോടും ഡൗട്ടാവൊക്കെ. ഇനി വരുന്ന വരവ് കണ്ടോണം കേട്ടോ. ബിസ്ക്കറ്റ് വേണേ വാ. നീ തിന്നു കുഞ്ഞാടെ. അമ്മയുടെ പൊന്നു മുളങ്ങി തിന്നെ. അത്രേ ഉള്ളൂ. എടാ പോയി കിടന്ന് ഉറങ്ങടാ. കണ്ടോ, അവിടെയാണോ കിടന്നുറങ്ങുന്നേ? ആയിക്കോട്ടെ, ഒരു മൂലസ്ഥാനം. ഇന്ന് തന്നെ അടിയിൽ പോയി കിടക്കണേ. ആരും നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. തണുക്കും വടാ. അവൻ കട്ടിലിനടിയിൽ കയറി വിളിച്ചു. രണ്ടുപേരും രണ്ട് വഴിക്കാണ്. അവൾ മണ്ടേ തന്നെ ഇരിക്കുവാണ്, ഞാൻ കിടക്കാൻ പോവാണ്. അവൻ ഇത് കട്ടിലിനടി കിടക്കുന്നു കേട്ടോ. നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ലിബാമാട്ടോ തേച്ചേക്കുന്നത്. അതാ ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ പിന്നെ നമ്മുടെ അത് ഉള്ളിലേക്ക് വരും പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ലിബാം ഇട്ടേക്കുന്ന കേട്ടോ. അപ്പം ശരി, ബൈ.
ബൈ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.